Hi, my dear students. Once again, welcome back to First Sem Physics online class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേർഡിംഗ് സ്ട്രിങ്ങിനെ കുറിച്ചാണ്. വാട്ട് യു മീൻ ബൈ വേർഡിംഗ്? എന്താ വേർഡിംഗ് എന്ന് പറഞ്ഞാൽ കറക്കുക എന്നുള്ള അർത്ഥമാണ് വേർഡിംഗ്. സ്ട്രിങ് എന്ന് പറഞ്ഞാലോ ഒരു സ്ട്രിങ്ങിനെ കൊണ്ട് ഇങ്ങനെ കറക്കുക. അങ്ങനെ സ്ട്രിങ് കറങ്ങുമ്പോഴുണ്ടാകുന്ന ഫോഴ്സ്, സ്ട്രിങ് കറങ്ങുമ്പോഴുണ്ടാകുന്ന ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും ചിത്രത്തിലേക്ക് നോക്കിയേ. ഒരു പൈവട്ട് ഉണ്ട്. എന്താ പൈവട്ട് എന്ന് പറഞ്ഞാല്? പൈവട്ട് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമൊന്നുമല്ല. പൈവട്ട് എന്ന് പറഞ്ഞാല് ഒരു സ്ക്രൂ. ഓക്കെ, റെഡി? ഒരു സ്ക്രൂ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. ആ സ്ക്രൂവിന്റെ മേലെ ഞാനൊരു സ്ട്രിങ് എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ആ സ്ട്രിങ് ആണ് ഈ സ്ട്രിങ്. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു എന്ത് കൺസിഡർ ചെയ്യുക? ഒരു ചുമര്. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഒരു പൈവട്ട് ഞാൻ വെച്ചു. പൈവട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. എന്താ പൈവട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ സ്ക്രൂ പോലത്തെ എന്തോ ഒരു സാധനം. എന്നിട്ട് അതിന്റെ മേലെ ഞാനൊരു സ്ട്രിങ് ഇങ്ങനെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? നേരെ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. എന്താണെന്ന് ചോദിച്ചാല് ഈ സ്ട്രിങ്ങിന്റെ മാസ് എന്താണ്? ക്യാപിറ്റൽ എം മാസ് ആണ് ഈ സ്ട്രിങ്ങിനുള്ളത്. ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണ്? ക്യാപിറ്റൽ എൽ ലെങ്ത് ആണുള്ളത്. ഓക്കെ, എന്നിട്ട് ആ സ്ട്രിങ് ഇങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? വേൾ ചെയ്യാൻ തുടങ്ങി. ആ സ്ട്രിങ് ഇങ്ങനെ കറക്കാൻ തുടങ്ങി. അത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കൺസിഡർ എ സ്ട്രിങ്. നമ്മൾ ഒരു സ്ട്രിങ് കൺസിഡർ ചെയ്യാം. എക്സിക്യൂട്ടിംഗ് എ സർക്കുലർ മോഷൻ. ആ സ്ട്രിങ് എങ്ങനെയാ മൂവ് ചെയ്യപ്പെടുന്നത്? സർക്കുലർ മോഷനിലാണ്. ഇൻ എ സർക്കുലർ പാത്ത്. സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യപ്പെടുന്ന ഏതൊരു ബോഡിയും ഏതൊരു സ്ട്രിങ്ങും എന്തിൽ തന്നെയായിരിക്കും? സർക്കുലർ പാത്തിലായിരിക്കും അല്ലേ? ഓഫ് വിച്ച് വൺ എൻഡ് ഈസ് ടൈഡ്. അതിന്റെ ഒരു സൈഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് കെട്ടി വെച്ചിട്ടുണ്ട്. സ്ട്രിങ് ഹാസ് മാസ് എം. അതിന്റെ സ്ട്രിങ്ങിന്റെ മാസ് എത്രയാ? ക്യാപിറ്റൽ ലെറ്റർ എം. ആൻഡ് സ്ട്രിങ് ഹാസ് ലെങ്ത് എൽ. അതിന്റെ ലെങ്ത് എത്രയാ? ക്യാപിറ്റൽ എൽ. ഫൈൻഡ് ദ ടെൻഷൻ TR at a distance R from the pivot. പൈവറ്റിൽ നിന്ന്, അതായത് ആ ആണിയിൽ നിന്ന് R ഡിസ്റ്റൻസ് അപ്പുറമുള്ള TR എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ കാണാനാ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേ. R ഡിസ്റ്റൻസ്, ഇതല്ലേ R ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല്? ഇത്രയല്ലേ R ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല്? ഈ R ഡിസ്റ്റൻസിലുള്ള ടെൻഷൻ കാണാനാ പറയുന്നത്. അതായത് ഇവിടുത്തെ ടെൻഷൻ. ക്ലിയർ അല്ലേ? TR എന്ന് പറയുന്ന ഈ പോയിന്റിലെ ടെൻഷൻ കാണാനാ പറയുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാല് TR എന്ന് പറയുന്ന ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R അല്ലേ? സ്ട്രിങ്ങിന്റെ മൊത്തം ലെങ്ത് എത്രയാ? ക്യാപിറ്റൽ ലെറ്റർ L ആണ്. ആ പോയിന്റിലേക്കുള്ള റേഡിയസ് ഓഫ് സ്ട്രിങ് എത്രയാ? സ്മോൾ ലെറ്റർ R. എങ്കിൽ ആ പോയിന്റിന്റെ കുറച്ചുകൂടി മുന്നിലായിട്ട് മറ്റൊരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ആ കൺസിഡർ ചെയ്ത പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? R പ്ലസ് ഡെൽറ്റ R എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ നോക്കിയേ, ഇത് R ആണെങ്കിൽ ഈ പോയിന്റിലേക്ക് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ R ആയിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് ഇത് ഡെൽറ്റ R ആയത്? ഇത് R ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ചേഞ്ച് ആണെന്ത്? ഡെൽറ്റ R. അപ്പൊ ഇവിടുത്തെ ടെൻഷൻ എന്താ? T of R പ്ലസ് ഡെൽറ്റ R. ക്ലിയർ അല്ലേ? അപ്പൊ R എന്ന് പറയുന്ന പോയിന്റിലെ ടെൻഷൻ കാണാൻ പറയുമ്പോൾ നമ്മൾ ചെയ്തത് എന്താണ്? R എന്ന് പറയുന്ന പോയിന്റിനെ നേരെ മുന്നിൽ മറ്റൊരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പോയിന്റിലുള്ള ടെൻഷൻ കാണാൻ നമ്മൾ പഠിച്ചു വെച്ചു. T is equal to R plus delta R. ക്ലിയർ അല്ലേ? നോക്കിയേ, അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. കൺസിഡർ എ പോയിന്റ് R plus delta R. നമ്മൾ എന്ത് ചെയ്യാം? ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. പോയിന്റ് എന്ന് പറയുന്നത് R plus delta R. അതിന് മുന്നേ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ M ബൈ ക്യാപിറ്റൽ L ആണ്. വാട്ട് ഈസ് എ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി string. What is the L? Capital L, length of the string. Then force on a segment at a distance of. അപ്പം ഈ ഒരു സ്ട്രിങ് മുഖേന ഉണ്ടാകുന്ന ആ സെഗ്മെന്റിലെ ആ ഒരു പ്രത്യേക ഏരിയയിലെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ വലിയ ടെൻഷൻ T of R plus delta R എന്ന് എന്ത് കുറച്ചാൽ മതി? T of R കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ചെറിയ സെഗ്മെന്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ എന്താണ്
ഫോഴ്സ് അറ്റ് എ സെഗ്മെന്റ് അറ്റ് എ ഡിസ്റ്റൻസ്. ഈ ചെറിയ ഡിസ്റ്റൻസിലുള്ള ഫോഴ്സ് എന്താണ്? ഈ മൊത്തം ഡിസ്റ്റൻസിലെ ഫോഴ്സ് മൈനസ് ടെൻഷൻ മൈനസ് ഈ ചെറിയ ഏരിയയിലെ ഈ ടി ഓഫ് ആറിലേക്കുള്ള എന്തെന്ന് പറയുന്നത്? ടെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് എഴുതിയേ? ഫോഴ്സ് F is equal to tension of R plus delta R minus T of R. ക്ലിയർ അല്ലേ? R plus delta R എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം മൈനസ് ഈ ടി ഓഫ് ആർ മൈനസ് ചെയ്താൽ ഈ ചെറിയ ഡെൽറ്റ ആറിനിടയിലുള്ള എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. ഈ ഡെൽറ്റ ആറിന്റെ ഈ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ സെഗ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, എപ്പോഴും നമുക്കറിയാം റേഡിയൽ ആക്സിലറേഷൻ ഓഫ് എ സെഗ്മെന്റ് എന്ന് പറയുന്നത് a is equal to minus r omega square ആണ്. ഓക്കേ, why the minus given? The direction indicates the negative sign. എന്തുകൊണ്ട് അവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത്? Because the acceleration is towards the center. Acceleration ഇതിന്റെ സെന്ററിലോട്ട് ആയതുകൊണ്ട് നമ്മൾ പറയും നെഗറ്റീവ് ഡയറക്ഷൻ ആണ്, നെഗറ്റീവ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ആക്സിലറേഷൻ ഏതൊരു റേഡിയൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ ഇതാണ്. a is equal to ആരാ? minus r omega square ആണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ലിസൺ. നമുക്കറിയാം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം, ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, F is equal to ആരാണ്? m into a ആണ്. മാസ് into ആക്സിലറേഷൻ ആണ്. ഹിയർ F എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽറ്റ m into r omega square. നമ്മൾ ഇവിടുത്തെ മാസിനെ നമ്മൾ ഡെൽറ്റ m ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. വാട്ട് ഈസ് ഡെൽറ്റ m? മാസ് ഓഫ് സെഗ്മെന്റ് m by l into ഡെൽറ്റ r. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എന്താണ് മാസ് എന്ന് പറയുന്നത്? ഡെൽറ്റ m എന്ന് പറയുന്നത് m by l into ഡെൽറ്റ r ആണ്. അപ്പോൾ F is equal to minus delta m into r omega square. ക്ലിയർ അല്ലേ? F is equal to m into a. a ക്ക് പകരമാണ് മൈനസ് r omega square കൊടുത്തത്. ഇതിന് മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 in 3. രണ്ടാമത്തെ ഇക്വേഷൻ എവിടെ? രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടിട്ടില്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ടാമത്തെ ഇക്വേഷനെ എവിടെ കൊണ്ടുപോയി കൊടുക്കണം? മൂന്നാമത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുക്കണം. ഏതാണ് മൂന്നാമത്തെ ഇക്വേഷൻ? F is equal to minus delta mr omega square. അപ്പോൾ കൊണ്ട് കൊടുത്തു നോക്കിയേ, സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 3. അപ്പോൾ എന്താ വരിക? F ന് പകരം T of r plus delta r minus T of r. അത് എവിടുന്നാ കിട്ടിയതാ? F ന് പകരം നമ്മൾ T of r plus delta r minus T of r is equal to ഇത് ഇവിടെ തന്നെ minus delta m r omega square. അപ്പോൾ ഈ F ന് പകരം ഈ F കൊണ്ടുപോയി ചാന്തി കൊടുത്തതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ക്ലിയർ അല്ലേ? ഇവിടെ വരെ എത്തിയത് മനസ്സിലായില്ലേ? ആയി. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ T of r plus delta r നെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? T of r plus delta r. അതിന്റെ മുന്നേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ T ഇന്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നോക്കിയേ, T of r plus delta r minus T of r നെ നമ്മൾ എന്ത് കൊടുക്കും? ഡെൽറ്റ t എന്ന് കൊടുക്കും. അതായത് ചേഞ്ചസ് ഇൻ ടെൻഷൻ അല്ലേ? അതുകൊണ്ട് നമ്മൾ ഈ ചേഞ്ചസ് ഇൻ ടെൻഷനെ നമ്മൾ എങ്ങനെ കൊടുക്കും? ഡെൽറ്റ t. ഡെൽറ്റ t is equal to ഡെൽറ്റ m ന് പകരം നമ്മൾ വാല്യൂ കൊണ്ടുപോയി കൊടുക്കുക. എന്താ ഡെൽറ്റ m ന് പകരം കൊടുക്കുക? m by l into ഡെൽറ്റ r. അത് കൊടുത്തുക m by l into ഡെൽറ്റ r, m by l into r into omega square into dr എന്ന് വരും. ഡെൽറ്റ m മൈനസ് ഡെൽറ്റ m into r omega square അല്ലേ? r omega square അല്ലേ? അപ്പോൾ മൈനസ് ഡെൽറ്റ m ന് പകരമാണ് നമ്മൾ എന്ത് കൊടുത്തത്? m by l into ഡെൽറ്റ r ന് പകരം നമ്മൾ dr എന്ന് കൊടുക്കുക. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്, അപ്പോൾ dr എന്ന് കൊടുക്കുക. അപ്പോൾ ഡെൽറ്റ t is equal to എന്ത് കിട്ടി? മൈനസ് m by l into r omega square into dr. അപ്പോൾ ഇത് എവിടുന്ന് കിട്ടിയതാ? ഇതാണ് ചേഞ്ച് ഇൻ ടെൻഷൻ. അത് ഡെൽറ്റ t that is equal to minus m by l into r omega square into dr. ഇതെങ്ങനെ വന്നേ? r omega square ഇവിടെ ഉണ്ട്, മൈനസ് ഡെൽറ്റ m. ഡെൽറ്റ m എന്ന് പറഞ്ഞാൽ m by l into ഡെൽറ്റ r. ആ m by l into ഡെൽറ്റ r ന്റെ dr ഡെൽറ്റ r എന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റുക ചെയ്യാം. അപ്പോൾ ഇതിനെ പിന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേഷൻ ഓഫ് t0 to t dt is equal to minus m by l omega square. കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ പുറത്തെടുത്തു. ഇന്റഗ്രേഷൻ ഓഫ് 0 to r r dr. ഈ സാധനത്തെ ഞാൻ എന്ത് ചെയ്തതാണ്? ഇന്റഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ
ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഡി ടി ഇന്റഗ്രേറ്റഡ് ഫോമിലേക്ക് വരുമ്പോൾ ഡി ടി എന്ന് മാറ്റും. അതേപോലെ ഡെൽറ്റ ആർ നമ്മൾ ഡി ആർ മാറ്റുന്നത് പോലെ. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഇന്റഗ്രേഷൻ ഓഫ് ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി ആർ. ലോവർ ലിമിറ്റ് ടി നോട്ട്, അപ്പർ ലിമിറ്റ് ടി ആർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം ബൈ എൽ ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് ആർ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രേഷൻ ഓഫ് എക്സ് ഡി എക്സ് എന്താ? എക്സ് സ്ക്വയർ ബൈ ടു. അപ്പം ഇന്റഗ്രേഷൻ ഓഫ് ആർ ഡി ആർ എന്താ? ആർ സ്ക്വയർ ബൈ ടു. ലിമിറ്റ് കൊടുക്കുക 0 ടു r. ഓക്കെ, 0 മുതൽ എങ്ങോട്ടാ? r ആണ്. അപ്പോൾ ടി ആർ മൈനസ് ടി നോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് എം ബൈ എൽ. അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ടി ക്ക് ആദ്യം ടി ആർ കൊടുക്കുക മൈനസ് ടി നോട്ട്. ഇതൊക്കെ ഇന്റഗ്രേഷൻ കുറെ പഠിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എം ബൈ എൽ ഒമേഗ സ്ക്വയർ r. ആദ്യം 0 കൊടുത്താൽ കംപ്ലീറ്റ് 0 ആവും. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? ഒമേഗ സ്ക്വയർ r സ്ക്വയർ ബൈ 2. ഇതാണ് നാലാമത്തെ ഇക്വേഷൻ. ഇനി നോക്കിയേ, ടെൻഷൻ ഇതിങ്ങനെ എന്ത് ചെയ്യുന്നതിനനുസരിച്ച്, ഇതിങ്ങനെ എൻഡിലേക്ക് പോകുന്നതിനനുസരിച്ച് ടെൻഷൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറയാണ് അറ്റ് r ഈസ് ഈക്വൽ ടു l ആണെങ്കിൽ ടി ആർ എന്തായിരിക്കും? 0 ആയിരിക്കും. അറ്റ് ദ എൻഡ് ടെൻഷൻ വിൽ ബിക്കം 0. അപ്പോൾ ടി ആർ 0. അപ്പോൾ ഇവിടെ എന്താക്കി? മൈനസ് ടി നോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് എം ബൈ എൽ ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കുക? എൽ സ്ക്വയർ ബൈ 2. വൈ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ആർ എന്ന് പറഞ്ഞാൽ എൽ ആണ്. അപ്പോൾ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ ബൈ 2. ഇതാണ് അഞ്ചാമത്തെ ഇക്വേഷൻ. ഇനി ഇവിടുന്ന് നമ്മൾ മൈനസ് മൈനസ് വെട്ടിപ്പോയാൽ ടി നോട്ട് ഈസ് ഈക്വൽ ടു എന്താ വരിക? എം ബൈ 2l ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ. ഇനി ഈ അഞ്ചാമത്തെ ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക. ഇതല്ലേ അഞ്ചാമത്തെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഇതല്ലേ അഞ്ചാമത്തെ ഇക്വേഷൻ? ഇത് കൊണ്ടുപോയിട്ട് നാലാമത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ എന്താ വരിക? ടി ആർ. ടി ആർ ഇവിടെ ഉണ്ട്. നാലാമത്തെ ഇക്വേഷൻ എന്താണ്? ടി ആർ മൈനസ് ടി നോട്ടിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? എം ബൈ എൽ ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ ബൈ 2. ഇവിടെ നമ്മൾ മൈനസ് എം ബൈ എൽ ഇട്ടോ, മൈനസ് എം ബൈ എൽ ഇട്ടോളൂ. മൈനസ് എം ബൈ എൽ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇൻറ്റു എൽ സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയേ ഇവിടെ എന്താ ഉള്ളത്? മൈനസ് എം ബൈ എൽ ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ ബൈ 2. എന്നിട്ട് ഇവിടുന്ന് ടി ആർ കാണാം. ടി ആർ കാണാൻ എന്താ ചെയ്യേണ്ടത്? മൈനസ് എം ബൈ എൽ ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ ബൈ 2. അങ്ങോട്ട് പോകുമ്പോൾ എം ബൈ 2 എൽ ഒമേഗ സ്ക്വയർ ആവും. എൽ സ്ക്വയറും ഒരു എല്ലും വെട്ടിപ്പോയത് കൊണ്ടാണ് ഇവിടെ ഒറ്റ എല്ലായത് എൽ ഒമേഗ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടി ആർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ക്ലിയർ അല്ലേ? ഇതാണ് ടെൻഷൻ. ഇതാണ് ടെൻഷൻ ഓഫ് എ സ്മോൾ സെഗ്മെന്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് r എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേർലിംഗ് സ്ട്രിങ്ങിന്റെ ടെൻഷൻ ടി ആർ അറ്റ് എ ഡിസ്റ്റൻസ് r ആണ് നമ്മളിപ്പോ കണ്ടത്. അപ്പൊ വേർലിംഗ് സ്ട്രിങ്ങിന്റെ ടെൻഷൻ കാണാൻ